ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ കാർഷിക ബാങ്കായിട്ടുള്ള നബാർഡിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വീട്ടിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ മിക്കവാറും പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. നബാർഡ് ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. ഏകദേശം 100-ൽ പരം വേക്കൻസികളാണുള്ളത്. ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. പരസ്യ നമ്പർ 1 ഗ്രേഡ് A 2024-25. വേക്കൻസി ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നോക്കാം. ചാർട്ടേഡ് അക്കൗണ്ട് CL 4 വേക്കൻസി, ഫിനാൻസിൽ 7 വേക്കൻസികളാണ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT സെക്ഷനിൽ 16 വേക്കൻസികളാണ്. അഗ്രികൾച്ചറിൽ 2 വേക്കൻസി, ആനിമൽ ഹസ്ബൻഡറിയിൽ 2 വേക്കൻസി, ഫിഷറിയിൽ 1, ഫുഡ് പ്രോസസ്സിംഗിൽ 1 വേക്കൻസി, ഫോറസ്ട്രിയിൽ 2 വേക്കൻസി, പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചറിൽ 1 വേക്കൻസി, ജിയോ ഇൻഫോർമാറ്റിക്സിൽ 1 വേക്കൻസി എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സാലറി സ്കെയിൽ വന്നിട്ട് 44,500 മുതൽ ഏകദേശം 1 ലക്ഷം വരെയാണ് വരുന്നത്. ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. പിന്നെ ആസ് പെർ റൂൾ നമുക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ജനറൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, 60 മാർക്കാണ്. SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 55% മാർക്കും. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ 55% മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നതെങ്കിലും 50%ആണ് SC/ST PWD കാൻഡിഡേറ്റ്സിന് വരുന്നത്. ഇനി നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ICAയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും 1/7/2024 മുൻപുള്ള മെമ്പർഷിപ്പ് ആയിരിക്കണം. അടുത്തതായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊരു ക്വാളിഫിക്കേഷൻ നോക്കാം. BBA ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻസ്, ബാങ്കിങ്, BMS ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 60% മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 55% മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ക്വാളിഫിക്കേഷൻസ് 2 years ഫുൾ ടൈം PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഫിനാൻസ് ആണ്. MBA ചെയ്തവർക്ക്, MMS ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ തന്നെ ബാച്ചിലേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഒരു 60% മാർക്കിൽ ഉണ്ടായിരിക്കണം. ഇനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കാം. 4 year ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നിരവധിയായിട്ടുള്ള മറ്റു ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അഗ്രികൾച്ചർ വിഭാഗത്തിലേക്ക് വരേണ്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ PG ഇൻ അഗ്രികൾച്ചർ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം മിനിമം മാർക്ക് 60% പറഞ്ഞിരിക്കുന്നത്. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 55% ആനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിലോട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ്, ആനിമൽ ഹസ്ബൻഡറി ആണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. കൂടാതെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ്, ആനിമൽ ഹസ്ബൻഡറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ആണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫുഡ് പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫുഡ് പ്രോസസ്സിംഗ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി എന്നിവയിലാണ്. അതിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഫോറസ്ട്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലാന്റേഷൻ ഹോർട്ടിക്കൾച്ചറിലോട്ട് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഹോർട്ടിക്കൾച്ചർ വിത്ത് മിനിമം 50% മാർക്കാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹോർട്ടിക്കൾച്ചർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജിയോ ഇൻഫോർമാറ്റിക്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ മാനേജ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങി കുറച്ച് ഡീറ്റെയിൽസ് ഇട്ട് തരുന്നുണ്ട്. ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാൻ ശ്രദ്ധിക്കാം. ഈ ഒരു വിഭാഗങ്ങളിലെല്ലാം 55% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 50% മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്, സ്റ്റാറ്റിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വിഭാഗങ്ങളിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മിനിമം 55% മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ പറഞ്ഞിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഇൻ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അതിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസിലോട്ട് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ എൻവിറോൺമെൻറ്റ് എഞ്ചിനീയറിംഗിലാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലോട്ട് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 2 years ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ ഗ്രേഡ് A രാജ്ഭാഷയിൽ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മീഡിയം ആയിരിക്കണം. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ഓൾ അതർ കാൻഡിഡേറ്റ്സിന് 850 രൂപയും
700 രൂപ അപ്ലിക്കേഷൻ ഫീയും ഇൻറ്റിമേഷൻ ചാർജായിട്ട് 150 രൂപയാണ്. ഫോർ SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 150 രൂപയാണ്. സെലക്ഷൻ പ്രോസസ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും എഴുത്ത് പരീക്ഷയും പേഴ്സണൽ ഇൻ്റർവ്യൂവും വഴിയായിരിക്കും നടക്കുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഇൻ കേരളയിൽ വരുന്നത് ഫേസ് 1 ആലപ്പുഴ, എറണാകുളം, കൊച്ചി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിലാണ്. ഫേസ് 2 വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 27 ജൂലൈയിലാണെങ്കിലും ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ആഗസ്റ്റ് 15 തീയതിയാണ്. ഫേസ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷനാണ്. സെപ്റ്റംബർ 1, 2024 നടക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം.